ബ്രേക്കിംഗ് ആണ് ഈ മണിക്കൂറിൽ, ഈ മിനിറ്റിൽ പുറത്തു വരുന്നത്. അമ്മ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനം. ഒപ്പം തന്നെ ആ കമ്മിറ്റി ഒന്നാകെ രാജിവെക്കുന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. അങ്ങനെ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും ഇനി നേതൃത്വം ഏറ്റെടുക്കുക. 2 മാസത്തിന് ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യങ്ങൾ കൂടി അറിയിക്കുന്നു. പക്ഷേ അത് ഏത് രീതിയിൽ, ആരൊക്കെ സ്ഥാനങ്ങളിലേക്ക്, ഇതൊന്നും തീരുമാനമാവുന്നില്ല. വലിയ പ്രതിസന്ധി ഈ സംഘടനയിൽ ഉണ്ടാകുന്നു. കൈനീട്ടമടക്കം കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഈ 2 മാസം അത് അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും. ആ ചുമതല ആ കമ്മിറ്റിക്കായിരിക്കും. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അതിലെ ആർക്കൊക്കെയാണ് അതിലെ നേതൃത്വം, അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നാലെ വന്ന മറ്റ് ആരോപണങ്ങൾ, അതിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന സിദ്ദിഖ്, അതിന് പിന്നാലെ മറ്റ് അംഗങ്ങളിലേക്ക്, നടന്മാരിലേക്കൊക്കെ പുതിയ ആരോപണങ്ങൾ വരുന്നു. ആ പശ്ചാത്തലത്തിൽ അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന, അതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിക്കുന്നു. പിന്നീട് അതിൽ ചേരാൻ കഴിയില്ല എന്ന് മോഹൻലാൽ അറിയിക്കുന്നു. അതേ തുടർന്ന് പിന്നീട് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇപ്പോൾ കൂടുതൽ പേർ രാജിസന്നദ്ധത അറിയിച്ച് രാജിക്കത്ത് സമർപ്പിക്കുന്നു. പക്ഷേ നേതൃത്വം അത് ഏറ്റെടുക്കുന്നില്ല. പിന്നീട് അടിയന്തരമായി ഓൺലൈനിൽ യോഗം ചേർന്നു. അതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവനായി രാജിവെക്കുന്നു. അങ്ങനെ ആ കമ്മിറ്റി പൂർണ്ണമായി രാജിവെച്ചൊഴിയുകയാണ്. അങ്ങനെ ആ ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് ഇതിൻ്റെ നേതൃനിര മാറുകയാണ്, അതിന് നേതൃത്വം മാറുകയാണ്. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിലായിരിക്കും പുതിയ ഭാരവാഹികൾ ഉണ്ടാവുക. പക്ഷേ അത് ഏത് രീതിയിൽ, ആരൊക്കെ എന്നതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വലിയ പ്രതിസന്ധിയാണ് അമ്മ എന്ന സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. അശ്വിൻ പാലാഴിയും ഒപ്പം വിഷ്ണു സുരേഷ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അശ്വിനിലേക്ക് ഒരിക്കൽ കൂടി. അശ്വിൻ, കൂടുതൽ അംഗങ്ങൾ രാജി സമർപ്പിച്ചു. പക്ഷേ അവരെയൊന്നും പിന്തിരിപ്പിക്കാൻ നേതൃനിരയ്ക്ക് കഴിഞ്ഞില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി നേതൃത്വത്തിനെതിരെ ഉണ്ടായി. അംഗങ്ങളുടെ ഭാഗത്തും രാജി വേണം എന്ന കൃത്യമായ ആവശ്യം ഇവർ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് മോഹൻലാലിനെ ഇങ്ങനെ ഈ പദവി രാജിവെക്കാൻ പ്രേരിപ്പിച്ച ഘടകം? അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം മാത്രമാണ് മോഹൻലാൽ ഇന്നലെ അറിയിച്ചതെങ്കിൽ ഇന്നൊട്ട് അദ്ദേഹം ഒഴിയുകയാണ് എന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയാവുന്നു. ആ കാര്യം ഔദ്യോഗികമായി തന്നെ ലഭിക്കുകയാണല്ലോ അശ്വിൻ. തീർച്ചയായും പ്രജിൻ, കഴിഞ്ഞ കുറേ നാളുകളെ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ മോഹൻലാൽ ഈ സംഘടനയുടെ തലപ്പത്ത് തുടരുന്നതിലും ഈ നിലവിൽ ആരോപണ വിധേയരായ ആളുകൾ ഉൾപ്പെടുന്ന നേതൃത്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംഘടനയെ നയിക്കുന്നതിലും കടുത്ത അസംതൃപ്തനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം ഇനി നമുക്ക് ഇങ്ങനെ തുടരേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചില മുതിർന്ന നടന്മാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആ വിവരങ്ങൾ നമ്മൾ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതുമാണ്. എന്തായാലും ഇന്നത്തെ രാജി അത് മോഹൻലാലിന്റെ സന്നദ്ധതയോടുകൂടിയാണ്. അതായത് നമുക്ക് ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ നേതൃത്വം തുടരേണ്ടതില്ല എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തത് മോഹൻലാലാണ്. ആരോപണ വിധേയരായ ആളുകൾ ഉള്ള ഒരു നേതൃത്വം ഇനി അമ്മയെ നയിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹം എടുത്ത നിലപാട്. അതിന് പിന്നാലെയാണ് ഈ രാജി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പൂർണ്ണമായും സംഘടനയിൽ നിന്ന് ആളുകൾ മാറണം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം എന്നടക്കമുള്ള ആരോപണങ്ങൾ എന്നോട് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അത് അംഗീകരിക്കാത്ത ചില ആളുകൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രാജി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതോടെയാണ് ആ എതിർപ്പ് എതിർപ്പ് വേണ്ട എന്ന് വെച്ച് മോഹൻലാൽ എന്തു പറയുന്നു അത് തീരുമാനിക്കാം, അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അംഗങ്ങൾ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു ആരോപണ വിധേയരായ നേതൃത്വം അടങ്ങുന്ന ഒരു നേതൃനിര അമ്മയ്ക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മാസത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, ജനറൽ ബോഡി ചേർന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാം എന്നുള്ളതാണ് നിലവിൽ അമ്മ ആലോചിക്കുന്നത്. 506 പേരടങ്ങുന്ന ജനറൽ ബോഡിയാണ് അമ്മയുടേത്. ഇനിയിപ്പോൾ ആദ്യഘട്ടത്തിൽ ബൈലോ ഭേദഗതിയൊക്കെ അടക്കം നടത്തിക്കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കാനുള്ള ആലോചനകളൊക്കെ നടന്നിരുന്നെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമോപദേശം അമ്മ തേടിയിരുന്നു. ആ വാർത്ത ഇന്ന് നമ്മൾ പുറത്ത് വിട്ടതുമാണ്. രാവിലെ അത് നമ്മളാണ് ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വൈകുന്നേരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയും ഉച്ചയോടെ കൂടുതൽ വഷളാവുകയും ഒരു അടിയന്തര മീറ്റിംഗിലേക്ക് കടക്കാൻ അമ്മയുടെ നിലവിലെ നേതൃത്വത്തെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. എന്തായാലും ആ ഓൺലൈൻ യോഗം ഇപ്പോൾ അവസാനിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയുടെ താരങ്ങൾ, അമ്മയുടെ നേതൃത്വം, നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വത്തിൽ ആരെങ്കിലും
മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാനായിരിക്കും ഒരുപക്ഷെ. ശരി, നമുക്ക് നോക്കാം. തുടരുക. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി ചെയ്തു തത്സമയം. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വാർത്ത, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് പുറത്തു വരുന്നത്. അമ്മയിലെ പ്രമുഖരെല്ലാം രാജിവെക്കുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടേണ്ട അവസ്ഥ. അങ്ങനെ അമ്മയിലെ നേതൃത്വം മാറുന്നു. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് അതിന്റെ ഭരണം മാറുകയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമ്മയ്ക്ക് ഈ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുന്നത്. മുഴുവൻ അംഗങ്ങളും രാജിവെക്കുന്നു. ആ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ. എന്താണ് യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ, അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായ ചർച്ചകൾ? അതിൽ ആരൊക്കെ പങ്കെടുത്തു? അത്തരം വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ വിഷ്ണു സുരേഷ്? പ്രജിൻ, കഴിഞ്ഞ കുറച്ച് ദിവസമായി അമ്മയിലെ ഈ പ്രതിസന്ധികൾ ഒരു കൂട്ടരാജിയിലേക്കോ അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്ന ഘട്ടത്തിലേക്ക് എത്തുമെന്ന് 24 തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ അത് സംഭവിച്ചിരിക്കുന്നു. മോഹൻലാലിന്റെ നേതൃത്വത്തിലാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മോഹൻലാൽ അടക്കം എല്ലാവരും, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരും രാജിവെച്ചിരിക്കുന്നു. നമുക്കറിയാം, പ്രത്യേക സാഹചര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേക പശ്ചാത്തലത്തിൽ തങ്ങളെല്ലാവരും രാജിവെക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മറ്റു സംഘടനകൾ അടക്കം ഉള്ളവർക്ക് അമ്മയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന, അമ്മയിൽ ഭാരവാഹികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സന്ദേശം. ഈ എല്ലാ സംഘടനകളുമായി, സംഘടനാ നേതാക്കളുമൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് തന്നെയാണ് നിലവിൽ മോഹൻലാൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മോഹൻലാൽ അടക്കം കമ്മിറ്റിയിലെ എല്ലാവരും രാജിവെച്ചിരിക്കുന്നു. ഇനി 2 മാസക്കാലം അമ്മയിലേറെ നിർണായകമാണ്. കാരണം ഓണം വരികയാണ്. നിരവധി പദ്ധതികളുണ്ട്, കൈനീട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കമ്മിറ്റി വേണമെന്നുള്ളത് ഈ ആളുകളുടെ, അംഗങ്ങളുടെയൊക്കെ ക്ഷേമം ഇതുവരെ മുടക്കം കൂടാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു അഡോക് കമ്മിറ്റി, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ ഇപ്പോഴുള്ള കമ്മിറ്റി പുതിയ കമ്മിറ്റിക്ക് ചുമതല കൈമാറണം. സാധാരണഗതിയിൽ എല്ലായിടത്തും അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് അമ്മയിൽ ഇനി ഇലക്ഷൻ നടക്കാനായിട്ട് ഒരു 2 മാസം സമയം കൂടി എടുക്കേണ്ടി വരും. ജനറൽ ബോഡി കൂടി ഇലക്ഷൻ നടത്തണമെങ്കിൽ 2 മാസം സമയം വേണം. ആ കാലഘട്ടത്തിൽ, ആ സമയത്തിൽ, ആ ടൈം സ്പാനിൽ ഇവർക്ക് തന്നെയായിരിക്കും സാങ്കേതികപരമായുള്ള ഒരു ചുമതല. ഒരു അഡോക് കമ്മിറ്റി എന്ന നിലയിൽ ഇവർക്ക് തന്നെയായിരിക്കും ചുമതല. കാരണം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വിഷുക്കൈനീട്ടം പോലുള്ള, ഈ ഓണപ്പുടവ അല്ലെങ്കിൽ അത്തരം ഓണക്കോടിയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, അംഗങ്ങൾക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഇതിലുള്ള ആളുകൾ തന്നെ അക്കാര്യങ്ങളൊക്കെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. 17 അംഗങ്ങളും നിലവിൽ രാജി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഓൺലൈൻ യോഗം ചേരുന്നു. ഇന്നലെ എടുത്ത മോഹൻലാലിന്റെ നേതൃത്വത്തിൽ, മോഹൻലാലാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ രാജിവെക്കാം, എല്ലാവരും രാജിവെക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ പേർ രാജ്യസന്നദ്ധ അറിയിച്ച പശ്ചാത്തലത്തിലായിരിക്കാം ഇത്തരത്തിൽ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാം, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ എല്ലാവരും തന്നെ രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയത്. ഒരുപക്ഷെ ചരിത്രത്തിൽ അമ്മയിൽ ഒരു കാലത്തും നമ്മൾ വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു സംഭവം അമ്മയിൽ നിന്നുണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അമ്മയിൽ എതിർ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങി എന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ രാജികളിലേക്ക് നടന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്കറിയാം അമ്മയിലെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം, അതോടൊപ്പം തന്നെ അമ്മയുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ ഏകപക്ഷീയമായിരുന്നു. മറിച്ചൊരു അഭിപ്രായം പറയാനില്ല മറ്റാളുകൾക്കും. ഒരു കൂട്ടം ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അങ്ങ് അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു പതിവ്, അമ്മയുടെ ഒരു പതിവ്. ജനാധിപത്യം കേട്ടുകേൾവി പോലുമില്ലാത്ത സംഘടനയായിരുന്നു അമ്മ. പക്ഷേ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധികാരത്തിലേക്ക് എത്തുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പോലും വലിയ രീതിയിൽ മത്സരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ തന്നെ അമ്മയിലൊരു മാറ്റം വരുന്നു എന്നുള്ളൊരു പ്രതിഫലനം ഉണ്ടായി. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അവർ ആ സ്ഥാനത്തിരുന്ന്, ആരോപണ വിധേയർ ആ സ്ഥാനത്തിരുന്ന് അന്വേഷണം നേരിടാൻ പാടില്ല എന്ന് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ, ഇപ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ ഇന്നലെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിരുന്നു. ആരോപണ വിധേയർ സ്ഥാനത്തിരുന്ന് അന്വേഷണം നേരിടരുത്, അവിടെ നിന്ന് മാറി ഉത്തരവാദിത്തത്തോടുകൂടി ആ സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടണം, കുറ്റവിമുക്തരായ ശേഷം തിരികെ വരൂ എന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമല്ല വിഷ്ണു സുരേഷ്, അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക പ്രതികരണം നടത്താൻ അമ്മ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാം. സിദ്ദിഖ് ഒരു കാര്യം പറയുന്നു, ആ സിദ്ദിഖ് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച ശേഷം തൊട്ടടുത്ത നിമിഷമാണ് ജഗദീഷ് അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത്. എക്സിക്യൂട്ടീവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജഗദീഷ് രംഗത്ത് വരുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരുന്നു. അങ്ങനെ ആ സമയം തൊട്ട് തുടങ്ങിയതാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആ സമയം തൊട്ട് തുടങ്ങിയതാണ് ഈ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത. പിന്നീട് കൂടുതൽ പേരിലേക്ക് ആരോപണങ്ങൾ വരുന്നു. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സിദ്ദിഖ് രാജിവെക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ഭരണസമിതി ഈ രീതിയിൽ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ മോഹൻലാൽ എന്തുകൊണ്ട് ഈ എടുത്തു, അതൊരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. കൂടുതൽ പേരിലേക്ക് ആരോപണങ്ങൾ വന്നു. കൂടുതൽ അംഗങ്ങൾ സന്നദ്ധത അറിയിച്ച് രാജി കത്തു നൽകുന്നു. അതേ തുടർന്ന് തന്നെയല്ലേ ഇപ്പോഴത്തെ ഈ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക?
അതല്ലാതെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ. ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തെ അല്ലെങ്കിൽ വനിതയെ ജനറൽ സെക്രട്ടറിയാക്കി ഒരു തീരുമാനം ഉണ്ടാക്കുക, ഒരു മാറ്റം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താവുന്നു. ഇപ്പോൾ ആ കമ്മിറ്റിയെ തന്നെ പൂർണ്ണമായി പിരിച്ചുവിട്ട് ഒരു പുതിയ ടീം വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നു? ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യത്തിലാണോ? പ്രജീൻ, കടുത്ത വിയോജിപ്പുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ അമ്മ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രത്യേകിച്ച് രാജിവെച്ച സിദ്ദിഖ് അടക്കം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സാധാരണഗതിയിൽ അമ്മയിൽ ഇത്തരം സംഭവങ്ങൾ നിലപാടൊക്കെ തേടുന്ന ഘട്ടത്തിൽ നേരെ ജനറൽ സെക്രട്ടറി വരുന്നു, ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാറില്ല, ഒരു എതിർസ്വരവും അമ്മയിൽ നിന്ന് വരാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. സിദ്ദിഖ് വന്ന് പറയുന്നത് ഇത് അമ്മയിൽ മാത്രമുള്ള, സിനിമയിൽ മാത്രമുള്ള കാര്യമല്ല, ഇത് എല്ലായിടത്തുമുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും തങ്ങൾ അംഗങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനെതിർസ്വരമായി നേരെ ജഗദീഷ് വന്ന് പറയുന്നു അമ്മ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തെറ്റാണ്. ഉർവശി തൊട്ടു പിന്നാലെ വന്ന് പറയുന്നു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കരുത്, ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതർക്കൊപ്പം നിൽക്കാൻ അമ്മ തയ്യാറാകണം. ഇന്നലെ പൃഥ്വിരാജ്, ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് വന്ന് പറയുന്നു ഈ ആരോപണ വിധേയരായ ആളുകൾ മാറി നിൽക്കണം. അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും അമ്മയിലെ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അല്ലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ കടുത്ത വിയോജിപ്പുകൾ വന്നു. ഒപ്പം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ആദ്യം സിദ്ദിഖിനെതിരെ രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചു, സിദ്ദിഖ് രാജിവെച്ചു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു സിദ്ദിഖോടുകൂടി അത് അവിടെ തീരുമെന്ന്. എന്നാൽ പിന്നാലെ ബാബുരാജിനെതിരെ, ജോയിന്റ് സെക്രട്ടറി, സിദ്ദിഖിന് പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചുമതല ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ പദവി ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതാ ബാബുരാജിനെതിരെ വരുന്നു മറ്റൊരു മീറ്റു ആരോപണം, ബാബുരാജ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു ആരോപണം വരുന്നു. അങ്ങനെ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അമ്മയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ മീറ്റു ആരോപണങ്ങൾ വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഈ കമ്മിറ്റി പിരിച്ചുവിടേണ്ടത് അനിവാര്യതയാണെന്ന് ഈ മറ്റ് അംഗങ്ങൾക്ക്, അമ്മയിലെ അംഗങ്ങൾക്ക്, മെമ്പർഷിപ്പുള്ള അംഗങ്ങൾക്ക് അവരുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ സന്നദ്ധ അല്ലെങ്കിൽ പരസ്യമായ കാര്യങ്ങളൊക്കെ ഈ സംഘടനാ വേദികൾ ഉയർത്തുകയും ചെയ്തു. ഏറ്റവും അടിയന്തരമായി ഒരു ജനറൽ ബോഡി വിളിക്കണമെന്നാണ് അമ്മയിലെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് എക്സിക്യൂട്ടീവ് ചേരാനിരുന്ന ദിവസമാണ്. ഇന്ന് എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷം ജനറൽ ബോഡി വിളിക്കാം എന്നായിരുന്നു നിലവിൽ സംഘടനാ നേതാക്കൾ അമ്മയിലെ അംഗങ്ങൾക്ക് നൽകിയത്. പക്ഷേ ആ ജനറൽ ബോഡിക്ക് മുമ്പേ നിലവിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്ക് അമ്മ സാക്ഷിയാകുന്നു. മോഹൻലാൽ അടക്കം 17 പേർ അമ്മയിൽ നിന്ന് ആ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടുന്നു, ആ കമ്മിറ്റി അപ്പാടെ രാജിവെക്കുന്ന സുരേഷ് തുടരുക. പുതിയ അപ്ഡേറ്റുകൾക്കായി അല്പസമയത്തിനകം എത്താം.